എൻ്റെ സമയം വലിയ കുഴപ്പമില്ലാഞ്ഞുകൊണ്ടും എൻ്റെ വീട്ടുകാരുടെ ഒക്കെ പ്രാർത്ഥന കൊണ്ടുമായിരിക്കും എൻ്റെ സിനിമയ്ക്കൊക്കെ പുള്ളി തന്ന ബഡ്ജറ്റിന് ഡബിൾ മാത്രമായിട്ടുണ്ട്. പക്ഷേ പാവം അജിത്തിൻ്റെയും ഇമ്മാനുവലിൻ്റെയും പടത്തിന് 4 ഇരട്ടിയായി. ഞാൻ ആ സിനിമ എടുക്കുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് പോകാൻ സമ്മതിക്കത്തില്ലായിരുന്നു വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് വെച്ചല്ല, ഈ എപ്പോഴും എല്ലാ പ്രൊഡ്യൂസർമാർക്കും പറ്റുന്ന സംഭവം ഡയറക്ടർമാർ ആദ്യം വരുമ്പോൾ വളരെ മര്യാദക്കാരായിരിക്കും. ഈ സിനിമ തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ ഒരു ഇച്ചിരി പൈസ മുടക്കി കഴിയുമ്പോൾ ഇവരുടെ ഭാവം മാറും, രൂപം മാറും. നമ്മൾ പണ്ട് സമരത്തിനൊക്കെ മുദ്ര സമരത്തിന്റെ രൂപം മാറും, ഭാവം മാറും എന്ന് പറയുന്ന പോലെ പിന്നെ ഇവർ ഡിമാൻഡിങ് ആവും. പിന്നെ നമ്മളൊരു 1 കോടി രൂപ മുടക്കി കഴിയും, അല്ലെങ്കിൽ പൈസ കൂടെ മുടക്കി കഴിയുമ്പോൾ പിന്നെ ഇവർക്ക് ഡിമാൻഡിങ് ഇഷ്ടം പോലെ ആകാം. കാരണം ഇവരിട്ടിട്ട് പോയാൽ സിനിമ നിന്ന് പോകും. അന്നേരം പലർക്കും അതിനെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം ഇൻഡസ്ട്രിയിൽ കാണിക്കാറില്ല. ഞാൻ പലരും എന്ന് വെച്ചാൽ ഈ വലിയ പ്രൊഡ്യൂസേഴ്സിൻ്റെ കാര്യമല്ല പറയുന്നത്, നോർമലി ഉള്ള പ്രൊഡ്യൂസേഴ്സിന്, ഇടയ്ക്കുള്ള പ്രൊഡ്യൂസേഴ്സിന്, പുതിയതായിട്ട് വരുന്ന പ്രൊഡ്യൂസേഴ്സിന് ഇതൊന്നും ചോദ്യം ചെയ്യാനുള്ള ശക്തി കാണത്തില്ല. അല്ലെങ്കിൽ അവർക്ക് ഇപ്പം ഈ അജിത്തും ഇമ്മാനുവലും ഒക്കെ ചിന്തിക്കുന്നത് എന്നാൽ താൻ കേസുകളും ആൻഡ്രോയിഡ് കുഞ്ഞപ്പനൊക്കെ പോലെ ഹിറ്റാകാൻ പോകുന്ന അടുത്ത രതീഷിൻ്റെ ഒരു പടം. അന്നേരം പിന്നെ രതീഷിനെ ധൈര്യത്തിൽ വിശ്വസിക്കാമെന്ന് അവർ വിചാരിച്ച് കാണുന്നത് അവരുടെ ബുദ്ധിയില്ലായ്മയാണ്. ഞാൻ ആ സിനിമയുടെ ഞാനിടയ്ക്ക് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ആ സിനിമയ്ക്കെതിരെ എനിക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാൻ നിർത്താം. എനിക്കൊന്ന് ക്യൂവിൻ്റെ ഇൻ്റർവ്യൂവിലായിരുന്നു തോന്നുന്നു ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഞാൻ കൊടുക്കത്തില്ല, കാരണം അതിനകത്ത് പ്രൊഡ്യൂസർമാരെ ഓർത്ത്, അതിനകത്ത് ചെയ്യുന്ന ബാക്കി ടെക്നീഷ്യൻസിനെ ഓർത്ത് ചെയ്യത്തില്ലെന്ന് പറഞ്ഞാണ്.